Hello friends, welcome to our channel. Now, we will talk about the Gild card. SBM Bank and Gild credit card. Actually, we have FD based credit card. Starting with the benefit and the cashback reward point. Gold digital gold item actually cashback reward point. Reward point system rating പറഞ്ഞാൽ ഒരു 0.75% ആണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡിന്റെ കാര്യം പറഞ്ഞാൽ നമുക്ക് 45 ഡേയ്സ് നമുക്ക് ഇതിലൂടെ നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ് കിട്ടുന്നുണ്ട്. പിന്നെ ഡെപ്പോസിറ്റ് ചെയ്യേണ്ട ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് 90% ഓഫ് ദ എന്താ പറയുക നമ്മുടെ FD ആണ് നമുക്കിതിൽ. അതായത് നമ്മളിപ്പോൾ FD 20,000 ഇട്ട് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ 90% നമുക്ക് ലിമിറ്റ് കിട്ടുക കേട്ടോ. അതുപോലെ തന്നെ നമുക്കിതിൽ ക്യാഷ് ലിമിറ്റ് നമുക്ക് ഇതിലൂടെ അവൈലബിൾ ആണ്. നമുക്ക് 50% ഓഫ് ദ ഡെപ്പോസിറ്റ് ആണ് നമുക്ക് ക്യാഷ് ലിമിറ്റ് ആയിട്ട് നമുക്ക് കാർഡിൽ കിട്ടുക കേട്ടോ. അതുപോലെ തന്നെ ഡെയിലി സ്പെൻഡ് ലിമിറ്റ് നമുക്ക് ഇതിൽ വരുന്നുണ്ട്. 2 ലക്ഷം ഡെയിലി സ്പെൻഡ് ലിമിറ്റ് വരുന്നത് കേട്ടോ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് നമ്മുടെ നോർമലി ഇൻക്രീസ് നമുക്ക് ഇപ്പോൾ ആദ്യം നമ്മൾ 20,000 ഇട്ടു. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് ആവശ്യമുള്ളപ്പോൾ വേണമെങ്കിൽ ഇൻക്രീസ് ചെയ്യാനും പറ്റും. നമുക്ക് വേണമെങ്കിൽ ടോപ്പ് അപ്പ് ചെയ്യാം. അങ്ങനെ ഫീച്ചർ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ എൻ്റെ കാര്യം പറഞ്ഞാൽ നമുക്ക് ജോയിൻറ്റ് ഫീസ് ഈ കാർഡിന് വരുന്നില്ല. പക്ഷേ നമുക്കൊരു 499 പ്ലസ് GST ആനുവൽ ഫീസ് വരുന്നുണ്ട് കേട്ടോ. നമുക്കിതിൽ ആക്ച്വലി വെർച്വൽ കാർഡും കിട്ടും, ഫിസിക്കൽ കാർഡും കിട്ടും. അത് ഞാൻ പറയാൻ മറന്നു. പിന്നെ മിനിമം ഡ്യൂ അത് നിങ്ങൾക്ക് അറിയായിരിക്കില്ല. അതിന് 5% ആണ് നോർമലി വരിക. പിന്നെ അത് ഡ്യൂവിന് മുമ്പ് അടച്ചില്ലെങ്കിൽ അതിൻ്റെ പെൻഡിങ് ചാർജ് ഇൻട്രസ്റ്റും 30% പറയാനൊക്കെ വരും കേട്ടോ. അത് വേറെ കാര്യം. ബാക്കിയുള്ള എല്ലാ ക്രെഡിറ്റ് കാർഡിൻ്റെ പോലെ തന്നെയാണ്. പിന്നെ ഇത് നിങ്ങൾക്കറിയാം SBM ബാങ്കിനെയാണ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൗറീഷ്യസ് ബാങ്കാണ് SBM ബാങ്ക് എന്ന് പറയുന്നത്. അവരെ തന്നെയാണ് നിങ്ങൾക്കറിയാം വൺ കാർഡിൻ്റെ FD കാർഡും ഇവർ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ സെയിം തന്നെയാണ് കേട്ടോ. പിന്നെ മെറ്റൽ കാർഡാണ് വരിക. നമുക്ക് കാർഡ് എടുക്കുമ്പോൾ മെറ്റൽ കാർഡും കിട്ടും. മെറ്റൽ കാർഡ് കീപ്പ് ചെയ്യാനുള്ള ഒരു ഹോൾഡറും മെറ്റലിൻ്റെ തന്നെ ഒരു ഹോൾഡറും കിട്ടും. നിങ്ങൾക്ക് അവരുടെ സൈറ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ നോക്കുമ്പോൾ തന്നെ അതിൽ അഡ്വർടൈസ്മെന്റ് കാണിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ലിങ്ക് നമ്മുടെ റെഫറൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിൽ കയറി എന്താ പറയുക അപ്ലൈ ചെയ്യട്ടെ. ഈ സൈഡ് അപ്ലൈ ചെയ്യാം. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ഡീറ്റെയിൽസും വരണമെങ്കിൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഇവരുടെ എന്താ പറയുക ഒരു ഡോക്യുമെന്റ്സ് ഫുള്ള് നമുക്ക് ഇവർക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഒരു സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കിട്ടും. ഇതിൽ നമുക്ക് ക്യാൻസലേഷൻ നമ്മളിപ്പോൾ ഒരു FD ഇട്ടു. അതിന് നമുക്ക് നിങ്ങൾക്ക് അറിയായിരിക്കും ഒരു മെച്യൂരിറ്റി പീരീഡ് ആയിരിക്കും FDക്ക്. അതിന് മുമ്പ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി ഇവർക്ക് ചാർജ് ഉണ്ട്. അത് ഫ്രീ അല്ല. നമുക്ക് 1% ഓഫ് ദ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഇവർ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് എടുക്കുക കേട്ടോ. അല്ലെങ്കിൽ എന്താ വെച്ചാൽ കുറേ പേർക്ക് ഈ പരിപാടി ഉണ്ട്. നമുക്ക് വൺ കാർഡിൽ തന്നെ എന്നോട് ഇഷ്ടം പോലെ നമുക്ക് കമൻറ്റ് വരാറുള്ളതാണ്. കാർഡ് എടുക്കുകയും ചെയ്യും, അത് കഴിഞ്ഞ് വേണ്ടാന്ന് വിചാരിച്ചിട്ട് കാർഡ് ക്യാൻസൽ ചെയ്യാൻ പോകും. അപ്പോൾ ഒരു ഫൈനും കാര്യങ്ങളൊക്കെ പിടിക്കും. അപ്പോൾ നമുക്ക് നഷ്ടമാണ്. അപ്പോൾ അത് നോക്കിയിട്ട് എടുക്കുക. വെറുതെ ചുമ്മാ കാശ് വെറുതെ കളയണ്ടല്ലോ. എന്താ പറയുക അവരുടെ ക്യാൻസലേഷൻ ചാർജ് ഒക്കെ എടുക്കുന്നത് വെച്ചാൽ അവർക്ക് ആ കാർഡ് ഇഷ്യൂ ചെയ്തതിൻ്റെ സംഭവങ്ങളൊക്കെ അവർ എടുത്തിട്ടാണ് ബാക്കിയുള്ളത് തരുള്ളൂ. അപ്പോൾ അത് അങ്ങനെ ഒരു ഇഷ്യൂ ചാർജ് ഉണ്ട് അതിൽ. ക്യാൻസലേഷൻ ചാർജ് എന്നൊരു സംഭവം അവർക്ക് ഉണ്ട്, ഓൾറെഡി ഉണ്ട്. പിന്നെ ബാക്കിയെല്ലാം നോർമലി പോലെ തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൽ പിന്നെ ഞാൻ റിവാർഡ് റിട്ടംഷൻ എന്ന് പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ റിവാർഡിൻ്റെ പേര് പറയുന്നത് പെറ്റൽസ് എന്നാണ് ഇവരുടെ പേര് പറയുന്നത്. നമ്മൾ റിവാർഡ് അവരുടെ പേരാണ്, ജസ്റ്റ് പെറ്റൽസ് ആണ്. നമുക്കത് വേണമെങ്കിൽ നമുക്ക് ആ റിവാർഡ് കിട്ടിയത് ഡിജിറ്റൽ ഗോൾഡായിട്ട് കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അതായത് വേണമെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കൺവേർട്ട് ചെയ്യാം. റിവാർഡ് റേറ്റ് എന്ന് പറയുന്നത് 0.75% ആണ്. കൺവേർട്ട് ചെയ്യാൻ റിഡംഷൻ ഫീസോ കാര്യങ്ങളൊന്നും ഇല്ല, അത് ഫ്രീ ആണ്. ബാക്കിയുള്ള സംഭവത്തിന് പിന്നെ കുറച്ച് കാറ്റഗറി ഉണ്ട് നമുക്ക് റിവാർഡ് ഇല്ലാത്തത്. അതായത് നമുക്ക് മണി ട്രാൻസ്ഫറിന് ഇല്ല, വാലറ്റ് ടോപ്പ് അപ്പിന് ഇല്ല, ഫോറിൻ എക്സ്ചേഞ്ച് കറൻസിക്ക് ഇല്ല, റിയൽ എസ്റ്റേറ്റ് ഏജൻസിനും മാനേജേഴ്സിനും പേ ചെയ്യണമെന്ന് ഇല്ല, ഗവൺമെന്റ് ഓൺഡ് ലോട്ടറീസിനും കാസിനോസിനും അതിനൊന്നും പേ ചെയ്യണമെന്ന് ഇല്ല കേട്ടോ. എക്സ്പയറി ഇല്ല, ഫ്രീ ആണ്. അത് നമുക്ക് ഇതിൻ്റെ പോയിന്റ്സിന് എക്സ്പയറി സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. അത് വേറെ കാര്യം. പിന്നെ ഒരു പെറ്റൽ എന്ന് പറയുന്നത് 1 rupee ഓഫ് ഡിജിറ്റൽ ഗോൾഡാണ്. അതാണ് ഇതിൻ്റെ കൺവേർഷൻ വരുന്നത്. പിന്നെ ബാക്കിയൊക്കെ സെയിം പോലെ തന്നെയാണ് കേട്ടോ, വേറെ ഡിഫറൻസ് ഒന്നുമില്ല. ഓട്ടോ റിന്യൂവലായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടാം, അല്ലെങ്കിൽ ക്ലോഷറായിട്ട് നിങ്ങൾക്ക് ആ മെച്യൂരിറ്റി പീരീഡ് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്തിട്ട് വേണമെങ്കിൽ. പക്ഷേ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ കാർഡ് ക്ലോസ് ആവട്ടെ. അതാണ് FD കാർഡിൻ്റെ ഒരു സംഭവം വരുന്നത്. അതെല്ലാം FD കാർഡും സെയിം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഓൾമോസ്റ്റ് ഇതിൻ്റെ ഒരു റഫ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഡിജിറ്റൽ ഗോൾഡായിട്ട് തിരിച്ചു കിട്ടുന്നതാണ്. എന്താ പറയുക നമ്മുടെ ഒരു ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിവാർഡ് റേറ്റിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയ റിവാർഡ് റേറ്റ് ഒന്നും പറയാനില്ല. ഞാൻ പറഞ്ഞല്ലോ 0.75% ഉള്ളൂ. പക്ഷേ എന്തായാലും കുഴപ്പമില്ലാത്തൊരു FD കാർഡ് തന്നെ വേണമെങ്കിൽ പറയാം. നിങ്ങളൊരു എന്താ പറയുക നിങ്ങൾക്ക് സിവിൽ സ്കോർ ഇല്ല, അപ്പോൾ ആ ബേസിസിൽ നിങ്ങൾക്ക് ഒരു FD കാർഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ 1 കാർഡ് ലൈറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നോക്കാവുന്ന വേറൊരു കാർഡാണ് കിട്ടുക. എന്ന് വെച്ചാൽ ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ എടുക്കാനായിട്ടും ഒരു മെറ്റൽ കാർഡാണ് കിട്ടുക. അതുപോലെ തന്നെ പക്ഷേ ഇതിന് 20,000 സ്റ്റാർട്ടിങ് വരുന്നത്. FD നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് 20,000. 1 കാർഡിലാകുമ്പോൾ നമുക്ക് 2,000 രൂപയിലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതാണ് ബെനിഫിറ്റ് വരുന്നത്. 20,000 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു 90% നമുക്ക് കാർഡിൽ
ലിമിറ്റ് കിട്ടും കേട്ടോ. പിന്നെ അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റും ഇവർക്ക് കൂടുതലാണ്, 7.3% നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ഇവർ തരുന്നുണ്ട്. അതും ഒരു ബെനിഫിറ്റാണ്. അത് നമുക്കൊരു ഞാൻ അതിൻ്റെ ഒരു എന്താ പറയുക, ഇവർക്കൊരു സൈറ്റ് ഉണ്ട്. നമുക്ക് ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ നമ്മുടെ ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഡയറക്റ്റ് സൈറ്റിലേക്ക് പോകാം. അവിടെ കൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവരുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ സാധനം കാണാൻ പറ്റും. അത്യാവശ്യം നല്ല ഇവരുടെ സൈറ്റ് തന്നെ കണ്ടറിയാം. നല്ല ഭയങ്കര എന്താ പറയുക, ഒരു നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല, ഒരു ഫുൾ ബ്ലാക്ക് കളർ ഒരു സൈറ്റാണ്. ഇതിൻ്റെ ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് ഇൻട്രസ്റ്റ് ഓൺ ഫ്രീ പറയുന്നത് ഒരു 7.3 ആണ്. അതുപോലെ തന്നെ APR വരുന്നത് 2.5% ആണ്. സ്പെൻഡ് റിട്ടേൺ വരുന്നത് 0.75% ആണ്. ഞാൻ പറഞ്ഞല്ലോ. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ലോവസ്റ്റ് APR ഇൻ മാർക്കറ്റാണ് ഈ കാർഡിൽ കിട്ടുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവരുടെ ആപ്പും ഒക്കെ എക്സ്ട്രാ അവൈലബിൾ ആണ്. അത് നിങ്ങൾ ഓൾറെഡി അപ്ലൈ ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നത്. നമ്മുടെ വൺ കാർഡിൻ്റെ ആപ്പ് പോലെ തന്നെ ഇവർക്ക് വേറെ സെപ്പറേറ്റ് ആപ്പ് ഉണ്ട്. ലോവസ്റ്റ് ഫോറക്സ് മാർക്കറ്റ് ചാർജ് ഫീ ആണ് ഇതിൽ വരുന്നത് ഈ കാർഡിൽ. നോ ഇൻട്രസ്റ്റ് ഓൺ ക്യാഷ് വിഡ്രോവൽ ഉണ്ട്, അതൊരു ബെനിഫിറ്റ് ആണ്. അതുപോലെ തന്നെ ഹെൽപ്പ് യു ബിൽഡ് യുവർ ക്രെഡിറ്റ് സ്കോർ, നിങ്ങൾക്ക് FD കാർഡ് എല്ലാം ആ സംഭവം തന്നെയാണ്. പിന്നെ മണി നമ്മുടെ ഇൻഷുർഡ് ബൈ DICGC ഇൻഷുർഡ് ആണ് കേട്ടോ. അതും ഒരു മെയിൻ സംഭവം തന്നെയാണ്. അതില്ലാണ്ട് നിങ്ങൾ വേറെ എന്തെങ്കിലും ഡെപ്പോസിറ്റും കാര്യങ്ങളൊന്നും ചെയ്യരുത്. നിങ്ങൾക്കറിയാം എല്ലാ നമ്മുടെ സേവിങ്സ് അക്കൗണ്ട്, മെയിൻ ആയിട്ടുള്ള എല്ലാ ബാങ്കിൻ്റെ സേവിങ്സ് അക്കൗണ്ടിലൊക്കെ നമ്മുടെ 5 ലക്ഷം വരെ നമുക്ക് DICGCയുടെ നമ്മുടെ എമൗണ്ട് ഇൻഷുർഡ് ആണ്. അതായത് നിങ്ങൾക്ക് ആ ബാങ്ക് പൊട്ടിപ്പോൾ അങ്ങനെ സംഭവം ചെയ്താൽ ഞങ്ങൾക്ക് 5 ലക്ഷം വരെ തിരിച്ചു കിട്ടാനുള്ള ഒരു ഇൻഷുറൻസ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, എല്ലാ മെയിൻ ബാങ്കുകളും ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് ഒരു കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ യുവർ അക്കൗണ്ട് ഇൻ അണ്ടർ 3 മിനിറ്റ് ആണ്. ഇൻസ്റ്റന്റ് അലേർട്ട് ഫോർ യുവർ പേയ്മെന്റ്സ് ആൻഡ് ഡ്യൂസ്. അത് നമ്മുടെ വൺ കാർഡ് ആപ്പ് പോലെ തന്നെയാണ് കേട്ടോ. ടാപ്പ് ആൻഡ് പേ വിത്ത് യുവർ ഗിൽഡ് കാർഡ്, അതായത് NFC ഉണ്ട്. 0 ലോസ് ലയബിലിറ്റി ഫോർ യുവർ ഗിൽഡ് കാർഡ്, അതായത് നമുക്ക് കാർഡ് ലോസ് ആയി കഴിഞ്ഞാൽ നമുക്ക് 2 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലയബിലിറ്റി ഇല്ല. അങ്ങനത്തെ ഫീച്ചർ നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ ബാക്കിയുള്ള നിങ്ങൾക്ക് പറയാൻ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ലിങ്ക് ത്രൂ അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസും കൊടുത്താണ്. പിന്നെ ഇത് ഓൾമോസ്റ്റ് 90% എല്ലാ പിൻകോഡിലും അവൈലബിൾ ആണെന്ന് അവർ പറഞ്ഞേക്കുന്നത്. നിങ്ങൾക്ക് SBM ബാങ്കിൻ്റെ സർവീസുള്ള മോസ്റ്റ്ലി എല്ലാവർക്കും അവൈലബിൾ ആണ്. എന്ന് വെച്ചാൽ അവർ ഓൺലൈനായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ മോസ്റ്റ്ലി എല്ലാ ഏരിയയിലും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇറങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് കാലമായിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് വീഡിയോ തന്നെ ഇപ്പോൾ കുറച്ച് മാസങ്ങളായിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ അതിൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റും അപ്ലോഡ് കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ കാണാം. ബൈ.